ചെയ്യാനാണ് EVM മെഷീൻ ഉണ്ടാവുക. ചെയ്ത് പരിചയം ഉണ്ടാവുമല്ലോ. ഇവിടെ 3-ാമത്തെ നമ്പറിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഉണ്ടാവുക. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേരെന്താ? രാജ്മോഹൻ ഉണ്ണിത്താൻ MP. MP ഞാൻ പറഞ്ഞേട്ടാ, നമ്മുടെ MP ആയതുകൊണ്ട്. ചിഹ്നം ഏതാ? കൈപ്പത്തി. അതിലാർക്കും സംശയമില്ലല്ലോ. നമുക്ക് ഇതാ പ്രസ് ചെയ്യാനും പഠിപ്പിക്കണ്ട, നമ്മളൊക്കെ പ്രസ് ചെയ്തതാണ്. പ്രസ് ചെയ്യുമ്പോൾ സൗണ്ട് വരും. ഇനി സൗണ്ട് വന്നിട്ടില്ല, ഇങ്ങനെ ലൈറ്റ് തെളിഞ്ഞിട്ടില്ല. ലൈറ്റ് തെളിഞ്ഞിട്ടില്ല അങ്ങനെ എന്താക്കണം? ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും ലൈറ്റ് കത്തി, അല്ലെങ്കിൽ ഈ ഇവിടെ കത്തിയിട്ടില്ല, ഒന്നും ഒരു റെസ്പോണ്ട് അതിൽ നമ്മൾ ഇത് നോക്കിയിട്ട് നമ്മളെ പണിയും നോക്കിയിട്ട് പോകാൻ പാടില്ല. എന്താ ചെയ്യണ്ടേ? ഈ വിരൽ എടുക്കാൻ പാടില്ല. ഈ വിരൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം? ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കണം. അവിടെ നമ്മൾ എന്തായാലും ചോദ്യം ചെയ്യണം. ഇല്ലാണ്ട് പോകെ പൊട്ട് ഒരു ഹോട്ടലിൽ നിന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ അങ്ങനെ 10 ആള് വിചാരിച്ചാല് 10 വോട്ട് പോയി. ആ 10 വോട്ട് ചിലപ്പോ 8 വോട്ടിനായിട്ട് ചിലപ്പോൾ വ്യത്യാസം വരാം. നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെയ്യണം. ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് നമ്മൾ പോകാൻ പാടില്ല. നമ്മുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെ ഏതെന്നൊക്കെ? നിങ്ങളൊക്കെ ചെയ്ത് പരിചയമുള്ള ആളായിരിക്കും, എത്രയോ കാലങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പേടിയും വെപ്രാളൊക്കെ ഉണ്ടാവും. എപ്പോഴും എല്ലാവർക്കും ഇല്ലേ? ഈവൻ എനിക്കടക്കം അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു വെപ്രാളാണ്. അവിടെ ശ്രദ്ധയോടെ എന്ത് ചെയ്യാം ചെയ്യാം. പ്രായമായവരെല്ലാം ഓപ്പൺ ഔട്ട് തന്നെ ആള് ചെയ്യാം. അവിടെ നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. ആ ഹെൽപ്പ് ഡെസ്കുമായിട്ട് നമ്മളെ പാർട്ടിക്കാരെ ഹെൽപ്പ് ഡെസ്ക് കേട്ടാ അവര്